സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു പ്രധാന വിഷയമാണ്. ഡാറ്റാ സെൻറ്ററുകളും അതിൻ്റെ പരിസ്ഥിതി ആഘാതങ്ങളും. ഇൻ്റർനെറ്റ്, ക്ലൗഡ് സേവനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവയുടെ വളർച്ചയോടെ ലോകമെമ്പാടും വലിയ ഡാറ്റാ സെൻറ്ററുകൾ നിർമ്മിക്കപ്പെടുകയാണ്. ഇന്ത്യയിലും ഇതിന് വലിയ പ്രാധാന്യം ലഭിക്കുകയാണ്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഗൂഗിളും അദാനി ഗ്രൂപ്പും ചേർന്ന് 1000 മെഗാവാട്ട് ശേഷിയുള്ള ഒരു ഭീമൻ ഡാറ്റാ സെൻറ്റർ സ്ഥാപിക്കുകയാണ്. ഇതിന് ഏകദേശം $6 ബില്യൺ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ ഏകദേശം 90 കോടി ഇൻ്റർനെറ്റ് ഉപയോക്താക്കളുണ്ട്. ലോകത്തിലെ ഡാറ്റയുടെ ഏകദേശം 20% ഇന്ത്യയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിനാൽ ഇന്ത്യയിൽ തന്നെ ഡാറ്റ സൂക്ഷിക്കണമെന്ന ആവശ്യം വർദ്ധിച്ചു വരികയാണ്. ഇതിൻ്റെ ഭാഗമായാണ് പുതിയ ഡാറ്റാ സെൻറ്ററുകൾ ഉയർന്നു വരുന്നത്. പക്ഷേ ഇതിൻ്റെ മറുവശവും നമ്മൾ കാണണം. ഡാറ്റാ സെൻറ്ററുകൾ പ്രവർത്തിക്കാൻ വലിയ വൈദ്യുതി ആവശ്യമാണ്. അവയിലെ കമ്പ്യൂട്ടറുകളും സെർവറുകളും അമിതമായ ചൂട് ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ അവ തണുപ്പിക്കാൻ ധാരാളം വെള്ളവും വേണം. ഇതുമൂലം വൈദ്യുതി വിതരണത്തിനും ജലസ്രോതസ്സുകൾക്കും വലിയ സമ്മർദ്ദം ഉണ്ടാവും. അമേരിക്കയിലും യൂറോപ്പിലുമുള്ള പല പ്രദേശങ്ങളിലും ജനങ്ങൾ ഡാറ്റാ സെൻറ്ററുകൾക്കെതിരെ പ്രതിഷേധിക്കുകയാണ്. കാരണം ഇവ വൈദ്യുതി ക്ഷാമത്തിനും ജലക്ഷാമത്തിനും കാരണമാകുന്നു എന്നാണ് അവരുടെ ആശങ്ക. ചില സ്ഥലങ്ങളിൽ പച്ചപ്പുള്ള ഭൂമിയും വനപ്രദേശങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ വിശാഖപട്ടണത്തിലെ പദ്ധതികളെക്കുറിച്ച് ഇതേ ആശങ്കകളാണ് ഉയരുന്നത്. എത്ര വെള്ളം ഉപയോഗിക്കും, എവിടെ നിന്നാണ് അത് ലഭിക്കുക, പരിസ്ഥിതിക്ക് എന്തെല്ലാം ആഘാതങ്ങൾ ഉണ്ടാവും തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല. സമീപത്തെ വനപ്രദേശങ്ങൾ, മത്സ്യബന്ധന മേഖലകൾ, ജലസംഭരണികൾ, വന്യജീവി സങ്കേതങ്ങൾ എന്നിവയ്ക്കും ഈ പദ്ധതി ഭീഷണിയാകുമെന്ന ആശങ്കയുണ്ട്. ഇപ്പോൾ സാങ്കേതിക പുരോഗതി രാജ്യത്തിന് ആവശ്യമാണ്. AI-യും ഡിജിറ്റൽ സേവനങ്ങളും നമ്മുടെ ഭാവിയുടെ ഭാഗമാണ്. എന്നാൽ വികസനത്തിൻ്റെ പേരിൽ പ്രകൃതിയെ നശിപ്പിക്കാനോ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കാനോ പാടില്ല. അതുകൊണ്ട് വലിയ ഡാറ്റാ സെൻറ്ററുകൾക്ക് കർശനമായ പരിസ്ഥിതി പഠനം നടത്തണം. ജല ഉപയോഗം, വൈദ്യുതി ആവശ്യകത, പരിസ്ഥിതി ആഘാതങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളോട് തുറന്നു പറയണം. ശുദ്ധ ഊർജവും ജലസംരക്ഷണ സാങ്കേതിക വിദ്യകളും നിർബന്ധമാക്കണം. വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥ പുരോഗതി സാധ്യമാകുന്നത്.